നമസ്കാരം. പകർച്ചവ്യാധി ഭീഷണിയിലാണ് കേരളം. വിവിധ തരം പനി ആശങ്കപ്പെടുത്തുന്നതിനിടെയാണ് സംസ്ഥാനത്ത് കോളറ വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വലിയ ജാഗ്രത തുടരുന്നുണ്ടെങ്കിലും കോളറയുടെ സ്രോതസ് കണ്ടെത്താനാകാത്തത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ മുൻകരുതലാണ് കോളറയെ തുരത്താൻ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ അമർ ഫെറ്റൽ, ഒപ്പം ഡോക്ടർ AS അനൂപ് എന്നിവരാണ്. ഞാൻ ആദ്യം ഡോക്ടർ അമർ ഫെറ്റലിലേക്ക് പോകുന്നു. ഡോക്ടർ, വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ വർഷങ്ങൾക്ക് മുൻപേ തുടച്ചു നീക്കിയ ഒരു സാംക്രമിക രോഗം അത് തിരിച്ചു വന്നിരിക്കുന്നു, അത് സ്ഥിരീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ പേടിയിലും ഭീതിയിലുമാണ് ജനങ്ങൾ. എന്താണ് ഡോക്ടർ, നമ്മൾ എത്രത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലുണ്ട്? കോളറ തീർച്ചയായിട്ടും വയറിളക്ക രോഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക സ്ഥാനം അർഹിക്കുന്ന ഒന്നാണ്. വയറിളക്ക രോഗങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. അത് മിക്കവാറും മഴക്കാലത്ത് എപ്പോഴും വയറിളക്ക രോഗങ്ങളുടെ ഒരു വർധനവ്, ഒരു സർജ് അല്ലെങ്കിൽ ഒരു ഇൻക്രീസ് കാണാറുണ്ട്. പക്ഷേ ആ വയറിളക്ക രോഗങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടാക്കുന്നത് വൈറസുകളും ചില്ലറ ബാക്ടീരിയയും ആണ് അതിന് കാരണമാകുന്നത്. ആ കൂട്ടത്തിൽ നിന്ന് കുറച്ച് വിട്ടുനിൽക്കുന്ന ഒരെണ്ണമാണ് കോളറ. കോളറ ഉണ്ടാക്കുന്നത് വിബ്രിയോ കോളറ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ നമ്മുടെ ചെറുകുടലിനെ ബാധിക്കുന്നതുമാണ് ഇതിന്റെ കാരണം. അപ്പോൾ ഇത് അത്ര കോമൺ അല്ല. സ്പൊറാഡിക് ആയിട്ടോ ഇടയ്ക്കും മറിക്കും പല സ്ഥലങ്ങളിലും 1, 2, 3 കേസുകൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന രീതിയിലാണ് പൊതുവെ ഉണ്ടാകുക. കോളറ ഇപ്പോ ഒരു ഏരിയ വന്നിരിക്കുന്നത് അത് പലപ്പോഴും ഈ ഏതെങ്കിലും ഒരു അൺനോൺ സോഴ്സ്, ചിലപ്പോ പല നാടുകൾ, ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും ഇന്ന് ഈ അണുക്കള് പ്രാബല്യത്തിലുണ്ടാവും, പ്രവലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നല്ല ട്രാവലുണ്ട്, വളരെയധികം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ എല്ലാ സാഹചര്യത്തിൽ ഇതെങ്ങനെയെങ്കിലും നമ്മുടെ ഒരു കുടിവെള്ള സ്രോതസ്സിനെ മലിനമാക്കാൻ ഒരു ചാൻസ് കിട്ടുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ രോഗികളുടെ കൂട്ടത്തിൽ നമ്മൾ കോളറ എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും എല്ലാവർക്കും ആശങ്ക എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയാണ്. ആശങ്ക എന്ന് പറയുമ്പോൾ ഉടനെ കേൾക്കുമ്പോൾ പലരും ഉടനെ തന്നെ അത് വലിയ പ്രോബ്ലം ആവും. അങ്ങനെ അല്ല. ആക്ച്വലി കോളറ കുറെ പേരിൽ അത് മൈൽഡായിട്ട് രൂപത്തിലും വന്ന് പോകാറുണ്ട്. അത് മരുന്ന് കഴിച്ചു, അല്ലാതെ മിക്കവാറും മരുന്ന് കഴിച്ച് തന്നെയാണ് കുറേ, പക്ഷെ മൈൽഡർ ഫോംസിൽ കോളറ ഉണ്ടാകാറുണ്ട്. എന്ന് മാത്രവുമല്ല, ചില ആൾക്കാർ ഇപ്പോൾ വയറിളക്കം ഉണ്ടാകുമ്പോൾ ഒരു മരുന്ന് എന്തെങ്കിലും ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കുന്നു, ഇത് കോളറയായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള അടുത്ത 5-10 ദിവസത്തോളം അവരുടെ മലവിസർജ്യത്തിൽ ഈ അണുക്കൾ, മലത്തിൽ മോഷനിലാണ്, ആ മോഷനിൽ ഈ അണുക്കൾ പുറത്തു വരാം. ഇതിൽ നിന്ന് അടുത്ത ആൾക്കൊരു കണ്ടാമിനേഷൻ വരാം. കാരണം കൈ കഴുകലുടെ കുറവ്, ചിലപ്പോൾ തുറസായ സ്ഥലത്ത് മോഷൻ പാസ് ചെയ്യുന്ന, അല്ലെ മലം പാസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, സമ്പ്രദായം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കഴുകുന്ന കാര്യത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെയോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ പാസ് ചെയ്ത മോഷനിൽ ഈച്ചകളൊക്കെ ഇരുന്ന് അത് പിന്നെ ആളുടെ ആഹാരത്തിൽ, വേറൊരാളുടെ ആഹാരത്തിൽ എത്താൻ ഇടവന്നാൽ ഈ വിധത്തിലാണ് ഇത് അടുത്തയാൾക്ക് ഈ അണുബാധ ഉണ്ടാകുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ രോഗാണു കോളറ സെറ്റപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബോഡിയിൽ ഇത് ഈ രോഗമായി മാറിക്കഴിഞ്ഞാൽ പ്രത്യേക ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതാണ് ഇതിനെ വ്യത്യസ്തമായിട്ട് എടുത്തു കാണിക്കുന്നത്. വെറും ഒരു വയറിളക്കം പോലെ അല്ല, പക്ഷേ ക്ലിയർ വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിന്റെ അതേ നിറത്തിൽ മരത്തിന്റെ അംശങ്ങളൊന്നും കാണാതെയുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡയറിയ, ഒരു വയറിളക്കം, ഇതാണ് അതിന്റെ ക്ലാസിക് ലക്ഷണം. ഓക്കെ ഡോക്ടർ പറഞ്ഞു ചില ആളുകൾക്ക് അത് മൈൽഡായി വന്നു പോകാമെന്ന് പറഞ്ഞല്ലോ ഡോക്ടർ. അവർക്ക് ഈ ലക്ഷണങ്ങൾ, ഡോക്ടർ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ ഇത് തന്നെയാണോ, അല്ലെങ്കിൽ തുടർന്നത് അവരുടെ ശരീരത്തിൽ ഈ അണു ഉള്ളത് കൊണ്ട് പിന്നീട് എന്തെങ്കിലും തുടർച്ചയായ പനിയോ മറ്റു കാര്യങ്ങളോ ക്ഷീണമോ, അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായി പറയാമോ ഡോക്ടർ? തുടക്കം പലപ്പോഴും ചെറിയ പനിയോ അല്ലെങ്കിൽ വയറിന് അസ്വാസ്ഥ്യമോ ഛർദിയോ ആയിട്ടായിരിക്കും യൂഷ്വലി തുടക്കം. ഈ വയറിളക്കം ഉണ്ടാകുന്ന മിക്കവാറും ഈ കോളറ ബാധിക്കുന്ന എല്ലാവർക്കും തന്നെ വയറിളക്കം ഉണ്ടാവും. എത്രത്തോളം ക്വാണ്ടിറ്റി പോകുന്നുള്ളത് ആ അണുബാധയുടെ ഒരു സിവിയറിറ്റി അല്ലെങ്കിൽ കാഠിന്യം അനുസരിച്ചാണ്. അപ്പോൾ വളരെ സിവിയറായിട്ടാണ് ഈ വയറിളക്കുന്ന, വളരെ ഹ്യൂജ് ക്വാണ്ടിറ്റി പോവുകയാണെങ്കിൽ 2 അപകടങ്ങളാണ്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടം, അതായത് കോളറ ഒരു മനുഷ്യനെ കൊല്ലുന്നത് യൂഷ്വലി നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ എന്നുള്ള അവസ്ഥ ഉണ്ടാക്കിയിട്ടാണ്. അതായത് ബോഡിയിലുള്ള വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിയും ഇലക്ട്രോലൈറ്റ്സ് ലവണങ്ങളും വളരെ സ്പീഡിൽ, നമുക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും വേഗത്തിൽ അത് ബോഡിയിൽ നഷ്ടപ്പെടുകയും ആ കാരണത്താൽ BP കുറഞ്ഞു, പൾസ് റേറ്റ് കൂടി, അങ്ങനെ ഒരു ആളുടെ സിസ്റ്റം സർക്കുലേറ്ററി കൊളാപ്സ് വന്ന് അങ്ങനെ ഷോക്കിലോട്ട് നീങ്ങി, ഷോക്ക് എന്നൊരു മെഡിക്കൽ അവസ്ഥ അതിലോട്ട് നീങ്ങി, അങ്ങനെയാണ് പലപ്പോഴും മരണം സംഭവിക്കുന്നത്. അപ്പോൾ അത് സിവിയർ ആയിട്ടാണ്. അങ്ങനെ മൈൽഡാണ്, ചിലപ്പോൾ ഇതുപോലെ ഡയറിയ, ഇതുപോലത്തെ വെള്ളം പോലത്തെ മലം പോകുന്നു, പക്ഷേ അത് ചിലപ്പോൾ 2 ദിവസം നിൽക്കുമ്പോഴേക്കും ബൈ ചാൻസ് അതിന്റെ ഉചിതമായ മരുന്നുകളാണ് കിട്ടുകയെങ്കിൽ
അത് കുറയുകയും ചെയ്യും. പക്ഷേ ആളത് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് അയാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോകാനുള്ള ചാൻസ് ഒഴിഞ്ഞ് കിടക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ AS അനൂപ് കൂടി നമുക്കൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്നും. ഡോക്ടർ സ്വാഗതം. നമ്മൾ ഈ കോളറയുടെ വലിയൊരു ഭീതി നമുക്കുണ്ട്. ഇപ്പോൾ ഒരു മരണം തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തെങ്കിലും അത് കോളറ കാരണമാണോ എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന കുറച്ചു പേരെ ഈ ലക്ഷണങ്ങളോടെ ചികിത്സയിലാണല്ലോ. ഈ 2017 അവസാനം കോളറ മരണം നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്രത്തോളം പേടിപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ ജാഗ്രത മാത്രം മതി? നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പ്രധാനമായും സംഭവിക്കുന്നത് ശരീരത്തിനകത്തു നിന്നുള്ള ഈ ജലാംശം വളരെ കുറഞ്ഞുപോയി ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം സംഭവിക്കുക എന്നുള്ളതാണ്. നമുക്കതിനകത്ത് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, രോഗം വരാതിരിക്കാൻ നോക്കാം. അത് കോളറയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയോ മാത്രമേ ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളം ഈ കോളറയുടെ അണുക്കളുള്ള വെള്ളമാണെങ്കിൽ പോലും അത് മുഴുവൻ തിളപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അണുക്കൾ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ, ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അതിൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക, അല്ലാത്ത രീതിയിലുള്ള വെള്ളം ഉപയോഗിക്കാതിരിക്കുക. മറ്റ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളത് ശരീരത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച്, അതായത് നമുക്ക് എത്ര വയറിളക്കം കൂടുതലായിട്ട് വരുമ്പോൾ, നേരത്തെ ഡോക്ടർ അത് വളരെ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, ആ സമയത്ത് നമ്മൾ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയാതിരിക്കാൻ വേണ്ടി സാധാരണ രീതിയിലുള്ള ORS ലായനിയോ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടുള്ള രീതിയിലുള്ള വെള്ളമോ അത് ധാരാളം കുടിക്കുക. അപ്പോൾ ആ രീതിയിൽ കുടിച്ചു കഴിഞ്ഞിട്ട് മൂത്രത്തിൻ്റെ അളവൊക്കെ കൃത്യമായി ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിൻ്റെ കൂടെ തന്നെ ഉടനടി തന്നെ വൈദ്യസഹായം തേടുകയും ചെയ്യാം. ഈ വെള്ളം ശരീരത്തിന് ഒരളവ് കൂടുതൽ നഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് രോഗി ഈ ഒരു അസുഖത്തിൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ രോഗനിർണയവും വളരെ എളുപ്പമാണ് കോളറയിൽ. നമുക്ക് ഈ മല എടുത്ത് പരിശോധിച്ച് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ രോഗാണുക്കളെ പെട്ടെന്ന് തന്നെ കാണാനും സാധിക്കും. അതേപോലെ തന്നെ ചികിത്സയും പ്രധാനമായും ഈ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ഇതിൻ്റെ ചികിത്സയ്ക്ക് നമ്മൾ ഡോക്സിസൈക്ലിൻ പോലെ മരുന്നുകൾ ഉപയോഗിക്കുമെങ്കിലും പ്രധാനമായും ചികിത്സയിൽ നമ്മൾ ശരീരത്തിലെ ഈ ജലാംശം കുറഞ്ഞു പോവാതെ നോക്കുക എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. നമുക്കത് ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഈ വായിക്കൂടെ കൊടുക്കുന്ന ഈ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ORSൻ്റെ കൂടെ തന്നെ നമ്മൾ IV ഫ്ലൂയിഡും കൂടെ കൃത്യമായി കൊടുക്കുകയും രോഗിയുടെ ശരീരത്തിലെ ഈ ജലാംശം നോർമലായി വെക്കുകയും ചെയ്യാം. ഇത് വീണ്ടും ഈ BP ഒക്കെ കുറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് രോഗി ICU പ്രവേശിപ്പിക്കപ്പെടുന്നത്. ഈ BP ഒക്കെ കുറയുന്ന സമയത്ത് അത് എല്ലാ അവയവത്തിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കും. അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുമ്പം കിഡ്നി ഫെയിലിയറിലേക്ക് പോകാം, മൂത്രത്തിൻ്റെ അളവ് കുറയും. അതിൻ്റെ ഭാഗമായി ശരീരത്തിലുള്ള ഈ ഇലക്ട്രോലൈറ്റിൻ്റെയും ആസിഡിൻ്റെയും ഒക്കെ ഘടന വ്യത്യാസം വരികയും ആ സമയത്താണ് അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മോശമാക്കുന്നതും കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രോഗം വരാതെ സൂക്ഷിക്കുക. വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളത് കൃത്യമായ രീതിയിലുള്ള ചികിത്സയും അതേപോലെ തന്നെ ശരീരത്തിലുള്ള ഈ ജലാംശം കുറഞ്ഞു പോകാത്ത രീതിയിൽ ഈ വെള്ളം ഉപയോഗിക്കുകയും ചെയ്യാം. ശരി, ഡോക്ടർ അമർ ഫെറ്റിൽ, നമ്മൾ ഈ വെള്ളവും ഭക്ഷണവും അതുതന്നെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ കേരളം എല്ലാ രീതിയിലും ആരോഗ്യമേഖലയിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമെന്ന് നമ്മൾ എല്ലായിടത്തും ഉയർന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മളിലേക്ക് വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ടതാണിപ്പോൾ? നമ്മൾ പൊതുവേ ഉയർന്നൊരു നിലവാരം പല കാര്യങ്ങളിലും ആരോഗ്യ മേഖലയിൽ പാലിക്കുന്നെങ്കിലും ഈ നമ്മുടെ വാട്ടർ സോഴ്സിന്റെ കാര്യത്തിലും ഒക്കെ ചിലപ്പോൾ ഒരു ആരോഗ്യവകുപ്പിന്റെ മാത്രം കാര്യമല്ല, വിവിധ വകുപ്പുകൾ ചേർന്നാണ് വാട്ടർ സപ്ലൈസും കുടിവെള്ളം ഒരു വീട്ടിലേക്ക് എത്തുന്ന ഒരു ചെയിൻ ഉണ്ടല്ലോ, ഒരു സോഴ്സിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്ന ഒരു ചെയിൻ ഉണ്ട്. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ഏജൻസീസ് ആണ് മാനേജ് ചെയ്യുന്നത്. പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ വാട്ടർ പൈപ്പിന്റെ ലീക്കേജസ് ചിലപ്പോൾ പൊട്ടിയ കുഴലുകൾ ഒന്ന്, ആൾക്കാരുടെ ശീലങ്ങളുടെ ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ എത്ര പറഞ്ഞാലും തിളപ്പിച്ച് കുടിക്കണം എന്ന് പറഞ്ഞാൽ പലരും അത് മടി കൊണ്ട് തിളപ്പിക്കുന്നത് കുറയ്ക്കാറുണ്ട്, അത്ര തിളപ്പിക്കാറില്ല. പിന്നെ അതിശയപരമായി കാണുന്ന വേറൊരു ശീലം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് പിന്നെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാൻ വേണ്ടി കുറെ പച്ചവെള്ളം കൂടെ അതിനകത്ത് മിക്സ് ചെയ്യും. അപ്പോൾ ഈ തിളപ്പിച്ചതിന്റെ ഗുണം പോകും. പിന്നെ നമ്മൾ കൈ കഴുകുന്ന ശീലം, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശീലമാണ്. കാരണം ഡോക്ടർ അനൂപ് പറഞ്ഞല്ലോ, പ്രിവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ചോദ്യത്തിലും അത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ കൈ കഴുകുന്ന ശീലം, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ
ഓർഡിനറി ആയിട്ടുള്ള ദിവസങ്ങൾ തന്നെ സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് ബോട്ടം വാഷ്, കൈ വാഷൊക്കെ സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് ചെയ്യുന്നൊരു ശീലവും, ആഹാരം എത്ര ചെറിയ ആഹാരം, ഇപ്പൊ ഈ ആൾക്കാർ സ്നാക്സ് ഒക്കെ കഴിക്കും, അങ്ങനെ കഴിക്കുന്നതാണെങ്കിൽ പോലും കൈ ഒന്ന് കഴുകുകയോ സാനിറ്റൈസോ ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു ശീലമാണ്. പക്ഷെ നമ്മൾ ചുറ്റും ഒബ്സർവ് ചെയ്താൽ അത്രയ്ക്കൊന്നും കെയർഫുള്ളായിട്ട് ആരും പെരുമാറാറില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ നമ്മൾ പുറത്തെവിടെയും പോയി ആഹാരം കഴിക്കുന്നു, ഇപ്പോൾ റോഡ് സൈഡും എല്ലാം പോയി കഴിക്കുന്നുണ്ട് ആൾക്കാർ. അതിപ്പോൾ ഒരു കോളറ ഉള്ള ഏരിയയിൽ എക്സ്ട്രാ സൂക്ഷിക്കുകയാണെങ്കിലും പൊതുവായിട്ട് തന്നെ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ വെള്ളത്തിന്റെയും രീതികളും കൈ കഴുകുന്നതും എല്ലാത്തിലും ഒരു ശുചിത്വം നമുക്ക് സ്വന്തമായി തോന്നില്ലെങ്കിൽ അത് അവരവരെ തന്നെ വിലയിരുത്തി ചില സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കി, ഇവിടുന്ന് വേണ്ട വേറൊരു സ്ഥലത്ത് നിന്ന് കഴിക്കാം. ആ രീതിയിലൊരു ചോയ്സ്, ഒരു പ്രിഫറൻസ് കാണിക്കുന്നത് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കാം. അപ്പൊ ഈ വിധത്തിൽ നമ്മൾ സേഫ്റ്റി, അതുപോലെ ഫുഡ് സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലോ ആഹാരം കഴിയുന്നത്ര എസ്പെഷ്യലി മഴക്കാല സീസണിൽ ഫ്രഷ് ആഹാരം, ചൂടോടെയുള്ള ആഹാരം കഴിക്കുക. നമുക്ക് പിന്നത്തേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അടച്ചു വെക്കണം. ഇപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി പാത്രങ്ങൾ തുറന്നു വെക്കാതെയോ ചോറ് വിളമ്പി പുറത്ത് വെക്കാതെയോ ഒക്കെ അത് നെറ്റ് പോലത്തെ കൊട്ടകളുണ്ട്, അങ്ങനത്തെ കൊട്ട കൊണ്ട് മൂടി വെക്കുക, അല്ല അടപ്പിട്ട് മൂടുക. ഇതൊക്കെ ഈച്ച വന്നിരിക്കാതിരിക്കാനുള്ള ഒരു വഴിയാണ്. അതുപോലെ നമ്മുടെ വീടിന്റെ ചുറ്റുമൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈച്ചകൾക്ക് പെരുകാൻ നല്ല ഈസിയാണ്. ഈ സെയിം ഈച്ചകളായിരിക്കാം ഈ കോളറ സോഴ്സുള്ള വെള്ളത്തിലോ ആരെങ്കിലും പാസ് ചെയ്ത മലത്തിന്റെ അവശിഷ്ടങ്ങളോ ഇരുന്നിട്ട് പിന്നെ തിരിച്ചു വന്ന ആഹാരത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജാഗ്രത എപ്പോഴും നല്ലൊരു കാര്യമാണ്. കാരണം മഴക്കാലത്ത് ഇപ്പോൾ കോളറ മാത്രമല്ല, ഇപ്പൊ കോളറ വരുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ ഡയറിയൽ ഡിസീസിനോടും കൂടെ ഉള്ളൊരു ജോയിന്റ് അപ്രോച്ചാണ് വേണ്ടത്. ഇങ്ങനത്തെ രോഗങ്ങൾ, വയറ്റിന് ബാധിക്കുന്ന രോഗങ്ങൾ, ഡയറിയൽ ഡിസീസ് ഉണ്ട്, മഞ്ഞപ്പിത്തമുണ്ട്, ടൈഫോയിഡ് ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഒരെണ്ണമാണ് കോളറ. അപ്പോൾ നമ്മൾ ജനറൽ കെയർഫുൾനെസ് കൊണ്ട് നേടുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പല പല സിമിലർ രോഗങ്ങളിൽ നിന്നും ഒരു വിമുക്തി അല്ലെങ്കിൽ പ്രിവെൻഷൻ ആണ് നമുക്ക് നേടാൻ പറ്റുക. ശരി. ഡോക്ടർ അനൂപ്, ഇപ്പോൾ നമ്മൾ ഈ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ മലമൂത്ര വിസർജനം അത് ഈ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ, അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വലിയ കാരണമാകുമെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ക്യാമ്പുകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ നിന്ന് അതൊരു സ്രോതസ്സാവുകയും അവിടെ നിന്ന് രോഗം പടരുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടേ, അവരുടെ ശുചിത്വം കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതില്ല, അവിടെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടേ നമ്മൾ? തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ എല്ലാ രീതിയിലും നമ്മുടെ ഈ വാട്ടർ സോഴ്സ് ഈ മലിനമാവുന്നത് നമ്മൾ തടയണം. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെയോ സർക്കാരിൻ്റെയോ മാത്രം ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കോളറ ഡെത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ ദൗർഭാഗ്യകരമാണ്, അങ്ങനെ വരാൻ പാടില്ല. എന്നാൽ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്ക് ഈ കോളറയിൽ മാത്രം നമ്മളെ ശ്രദ്ധ ചുരുങ്ങാൻ പാടില്ല. ഇപ്പോൾ ഇന്നൊക്കെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കോഴിക്കോടുള്ള ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ ICUവിൽ വരെ നമുക്ക് രോഗികളെ കിടത്താൻ സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്കാണ്. ഡെങ്കിപ്പനിയുടെ കേസുകളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു, എലിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, എസ്പെഷ്യലി നമ്മളെ ഹെപ്പറ്റൈറ്റിസ് A വളരെ കൂടുതലായിട്ട് പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇതിനൊക്കെ നമ്മൾ അടിസ്ഥാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായ രീതിയിലുള്ള ഈ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്ന്, താങ്കൾ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പുകളിലും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പറക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവരെ ഈ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അത് ബാക്കി ഈ വാട്ടർ സോഴ്സുമായിട്ട് കണ്ടാമിനേറ്റഡ് ആവാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതും ആരോഗ്യവകുപ്പ് അതിനകത്ത് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലാണെങ്കിലും നമുക്ക് നമ്മുടെ വാട്ടർ സോഴ്സ് കണ്ടാമിനേറ്റഡ് ആവുന്നില്ല, അതേപോലെ ചളിവെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെള്ളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ നമ്മൾ ഈ ഡെങ്കിപ്പനിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ എല്ലാവരുടെടുത്തും പറയുന്നതാണ്, നമ്മൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളും പാത്രങ്ങളും അങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ചുറ്റുപാടിൽ നിന്ന് ഒഴിവാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ കോർപ്പറേഷൻ്റെ ആണെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ആണെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ താങ്കൾ നേരത്തെ വളരെ കൃത്യമായി സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പൊതു സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത്, അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കണം.
അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കൊതുക് കടിക്കുന്നതൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ ഒരു പരിധിയുണ്ട്. അപ്പം നമ്മൾ പുറത്തിറങ്ങാതെ നമുക്ക് ആർക്കും നിൽക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കൊതുക് കടിക്കാം. നമുക്ക് കൊതുക് കടിച്ചിട്ടാണ് ഡെങ്കിപ്പനി പോലെയുള്ള അസുഖം വരുന്നത്. പക്ഷേ ഈ ഹെപ്പറ്റൈറ്റിസ് എയും അതേപോലെ തന്നെ ഈ കോളറയും അത് രണ്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഭക്ഷണത്തിലൂടെ തന്നെയാണ് വരുന്നത്, വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും. അപ്പോൾ അത് നമ്മൾ തിളപ്പിച്ചാറ്റി തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാനത് വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ രോഗം വരുന്നത്. അത് ആൾക്കാർ മനസ്സിലാക്കിയേ മതിയാവുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ മലയാളികളുടെ നമ്മൾ പഴയ നിപ്പയുടെ കാലം മുതലേ പറയുന്നതാണ്, നമ്മുടെയൊക്കെ ശീലം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഈ കൈയുടെ പോലുള്ള അഴുക്ക് പോകാൻ വേണ്ടി സോപ്പിട്ട് കൈ കഴുകുക എന്നുള്ളൊരു ശീലമേ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൂ, മലയാളികൾക്ക് പ്രത്യേകിച്ച്. ആ ശീലം മാറി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പേ കൈ സോപ്പിട്ട് വൃത്തിയായി കഴുകുക എന്നുള്ള ശീലം നമ്മൾ നിർബന്ധമായും നമ്മളത് ചെയ്തേ മതിയാവുള്ളൂ. അതേപോലെ തന്നെ ഈ നമ്മുടെ മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞ ശേഷമൊക്കെ കൈ സോപ്പിട്ട് കഴുകുക. ഇത്തരത്തിലുള്ള ഈ വ്യക്തി ശുചിത്വം ഇത് കൃത്യമായി പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായി കഴിഞ്ഞാൽ തന്നെ ഈ രോഗത്തെ പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാനും വേറെ ആൾക്കാരിലേക്ക് പകരുന്നതൊക്കെ അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും. അതെ ഡോക്ടർ അനൂപ്, താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ കോഴിക്കോട് അവിടെ നിരവധി രോഗികളുണ്ട്, പല പനികൾ ഒക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മളെ ഒന്ന് ആശങ്കപ്പെടുത്തിയതും പിടിച്ചുലച്ചതുമായിട്ടുള്ള ഒരു അസുഖമായിരുന്നു. പ്രത്യേകിച്ച് അതിൽ മരണം ഉണ്ടാകുമ്പോൾ വലിയ ആശങ്ക അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പുതുതായി പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ട്, നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൂടെയും ഒക്കെ വായിച്ചറിയുന്നത് വെച്ച്. വെള്ളക്കെട്ട് കാണുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഭയം, ചെറിയൊരു ഭയമെങ്കിലും ഉണ്ട്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വന്ന് കുട്ടികൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയ ആശങ്കയുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം നമുക്ക് രണ്ട് രീതിയിലുള്ള അമീബിക് മസ്തിഷ്ക ജ്വരമുണ്ട്. അതിനകത്ത് പലരും അത് കൺഫ്യൂസ്ഡ് ആയത് മാതിരിയാണ് എനിക്ക് തോന്നിയത്. നമ്മൾ സാധാരണ ഈ വെള്ളത്തിലൊക്കെ മുങ്ങി കുളിച്ചിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഈ രോഗലക്ഷണങ്ങൾ വരികയും രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നത് ഈ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന മസ്തിഷ്ക ജ്വരമാണ്. അത് നീഗ്ലേരിയ ഫൗലറി എന്ന് പറയുന്ന ഒരു അമീബ കാരണം ഉണ്ടാവുന്നതാണ്. അതാണ് നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് അധികം ഒഴുക്കില്ലാത്ത വെള്ളത്തിലൊക്കെ ഈ ആൾക്കാർ മുങ്ങിക്കുളിച്ച് ഈ മൂക്കിലൂടെ ഈ അണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള രോഗം കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലത് കുട്ടികൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ കൂടെ ഏകദേശം നമുക്ക് ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഇതുവരെ 30ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ പകുതി കേസുകളും അത് മുതിർന്ന ആൾക്കാരിലാണ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രോഗമാണെന്നുള്ളത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ നിന്ന്, കണ്ണൂരിൽ നിന്നും മറ്റു ചില ഭാഗങ്ങളിൽ നിന്നും ഈ ഗ്രാനുലോമാറ്റസ് അമീബിക് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന മറ്റൊരു ഈ മസ്തിഷ്ക ജ്വരം കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഈ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് മാത്രം വരണമെന്നില്ല. ഈ മലിനജലത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ആ മലിനജലത്തിൻ്റെ കണികകൾ നമ്മളെ ലങ്സിലേക്ക് വരികയോ അല്ലെങ്കിൽ കാലിലൊക്കെ മുറി ഉണ്ടെങ്കിൽ അതിനകത്തൂടെ അതിൻ്റെ അണുക്കളൊക്കെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ മറ്റേതുപോലെ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ വരില്ല. കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടാണ് അത് രോഗലക്ഷണങ്ങൾ വരിക. രോഗലക്ഷണങ്ങൾ വന്നാൽ അതും ഇതേപോലെ തന്നെ രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോകാം. പക്ഷേ ഇത് രണ്ടും നമ്മുടെ വളരെ അപൂർവമായിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. സാധാരണ രീതിയിൽ അത് മഴക്കാലം വരുന്നതനുസരിച്ച് ആ രോഗം, പ്രത്യേകിച്ച് ഈ പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസ് ഒക്കെ നമ്മുടെ ഈ അന്തരീക്ഷ ഊഷ്മാവ് കൂടി നിൽക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് വരുന്നത്. ഈ മഴ തുടങ്ങുന്ന സമയത്തും ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ ചളിവെള്ളം വരുമ്പോൾ ഇതേ രീതിയിൽ വരാം. അത് കഴിഞ്ഞിട്ട് അത് വലിയ രീതിയിലേക്ക് രോഗവ്യാപനത്തിനുള്ള സാധ്യത കുറവാണ്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആശുപത്രികളിലൊക്കെ, പ്രത്യേകിച്ച് ഈ നോർത്ത് കേരളയിലൊക്കെ എല്ലാ ആശുപത്രികളിലും, ഞാൻ കോഴിക്കോടാണെങ്കിലും കണ്ണൂരാണെങ്കിലും മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഡെങ്കിപ്പനിയാണ് വളരെ വലിയ രീതിയിലേക്ക് പടർന്നു പിടിക്കുന്നത്. അതിനെപ്പറ്റി പലർക്കും നമുക്ക് കൃത്യമായ ചികിത്സ തുടക്കത്തിൽ കൊടുക്കാത്തതോ അല്ലെങ്കിൽ അനാവശ്യമായ ചില മരുന്നുകൾ ഉപയോഗിക്കുന്നതോ ഒക്കെയാണ് അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാൻ പലപ്പോഴും കാരണമാവുന്നത്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ രോഗനിർണയം നടത്താൻ പറ്റുന്നതും നേരത്തെ കോളറയുടെ കൊണ്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിലേക്കുള്ള ജലാംശം കുറയാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനും സാധിക്കുന്നതാണ്. അനാവശ്യമായി നമ്മൾ ഈ വേദന സംഹാരി മരുന്നുകൾ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ നമ്മൾ തുടർച്ചയായ ഛർദി ഉണ്ടെങ്കിലും അത് കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഡെങ്കിപ്പനിയിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് സാധാരണ കൊണ്ടുപോകാറ്. അതിൻ്റെ കൂടെ ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. കാരണം നമ്മൾ ഈ ഡെങ്കിപ്പനി
ഞാൻ ഇന്ന് കുറേ കേസുകൾ നമ്മുടെ ഐസിയുവിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാക്കിയുള്ള എല്ലാ പനികളും നമ്മൾ പനി ഉള്ള സമയത്താണ് രോഗി കോംപ്ലിക്കേഷനിലേക്ക് പോവുക. പക്ഷെ ഡെങ്കിപ്പനി അധിക സമയവും നമ്മൾ ആ തുടക്കത്തിൽ പനി മാറിക്കഴിയുന്ന ഒരു സമയത്താണ് രോഗി കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവാറ്. ആ സമയത്താണ് നമ്മുടെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുക, അതേപോലെ തന്നെ ശരീരത്തിൽ ബ്ലീഡിങ് വരിക, മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക, രോഗിയുടെ രക്തസമ്മർദ്ദം കുറയുക, ആ രീതിയിലുള്ള കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഈ പനി വരുന്ന സമയത്ത് തന്നെ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവും അതേപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവും ഒക്കെ ഏത് രീതിയിലുണ്ടെന്ന് നോക്കുകയും, ഈ തുടക്കത്തിൽ തന്നെ ആണെങ്കിൽ നമ്മൾ ഡെങ്കി NS1 പോലെയുള്ള ആൻറ്റിജൻ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പനി കണ്ടുപിടിക്കാനും പറ്റും. അതിനുശേഷം നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് നല്ല രീതിയിൽ തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പലപ്പോഴും ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതും അത് അനുബന്ധിച്ചുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും ചില പ്രത്യേക ഭക്ഷണം നമ്മൾ കഴിച്ചതുകൊണ്ട് ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ പപ്പായയുടെ ഇല കഴിക്കുക, അല്ലെങ്കിൽ പച്ച പപ്പായ കഴിക്കുക, ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഈ ഫ്രൂട്ട്സ് കഴിക്കുക, ഇതൊക്കെ കൊണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാൻ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിലെ ജലാംശം കുറയാതെ നോക്കുക എന്നുള്ളതാണ്. ശരി, ഡോക്ടർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പല സമയത്തും ഇങ്ങനെയുള്ള അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോധവൽക്കരണത്തിനൊപ്പം വേണ്ടാത്ത കുറേ തെറ്റായ കാര്യങ്ങൾ കൂടി പ്രചരിപ്പിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. ഡോക്ടർ അമർ ഫെറ്റൽ, അത്തരത്തിൽ ഈ കോളറയെ സംബന്ധിച്ചും അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഭക്ഷണം, വൃത്തിയുള്ള ഭക്ഷണവും വെള്ളവും കഴിക്കുക എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, അതിനപ്പുറത്തേക്ക് ഈ സമുദ്ര വിഭവങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധയുണ്ടാകണം, അതിലൂടെ കോളറ പകരും എന്നൊക്കെ പലയിടത്തും കണ്ടു. അതിനെക്കുറിച്ചൊക്കെയുള്ള യാഥാർത്ഥ്യം ഒന്ന് പറയാം. ആദ്യം പറഞ്ഞാൽ ഞാനും ഡോക്ടർ അനൂപും ആദ്യമേ തൊട്ട് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ മോഷനിൽ നിന്നുള്ള അണുക്കൾ നമ്മുടെ ആഹാരത്തിലെത്താനുള്ള അതാണ് കറക്റ്റ് ചെയിൻ. അതിപ്പോൾ ഏത് ആഹാരം, സമുദ്രോൽപ്പന്നം ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, സാമ്പാർ ആയിക്കോട്ടെ, പരിപ്പ് കറി ആയിക്കോട്ടെ, എന്താണ് ശരി, ഇങ്ങനെ ഒരു കണ്ടാമിനേഷൻ, അല്ലെങ്കിൽ വെറും കുടിക്കുന്ന പ്ലെയിൻ വെള്ളമാണെങ്കിലും ഈ കണ്ടാമിനേഷനാണ് കാരണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആഹാര വസ്തുവിനെ തെറ്റായിട്ട് കുറ്റം പറയുമോ, അതിനെ കൊണ്ടാണെന്നൊക്കെ ചില പഴഞ്ചൻ പറച്ചിലും പഴമൊഴികളൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും വസ്തുതയില്ല. നമ്മുടെ ഈ കണ്ടാമിനേഷൻ, മലിനീകരണമാണ് ഇതിന് പ്രശ്നമാകുന്നത്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനാണ് ഈ പറഞ്ഞ സജഷൻസ്, നിർദ്ദേശങ്ങൾ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ മുന്നോട്ട് വെച്ചതും നമ്മൾ ആരോഗ്യ വകുപ്പ് തന്നെ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രചരിപ്പിക്കുന്നതൊക്കെ അതാണ്. നമ്മൾ ക്ലീൻനെസ് പാലിക്കുക, പരിസര ശുചിത്വം പാലിക്കുക, നമ്മുടെ കൈ വൃത്തിയാക്കുന്ന കാര്യം സൂക്ഷിക്കുക, സോപ്പ് ആൻഡ് വാട്ടർ വാഷ്, ക്ലീൻ ചൂടുള്ള ആഹാരം മാത്രം കഴിക്കുക, ആഹാരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, വെള്ളം തിളപ്പിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ ഇതൊക്കെ പാലിക്കുക. പിന്നെ ഏർലി സഹായം എപ്പോഴും കോളറയ്ക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് വയറിളക്കം ഇപ്പോൾ ഈ ഏത് സാഹചര്യത്തിലുണ്ടെങ്കിൽ ശരി, നമ്മൾ നിരീക്ഷിക്കണം എന്ത് ടൈപ്പ് മോഷനാണ് പോകുന്നത്. ഇതുപോലെ ക്ലിയറോ കഞ്ഞിവെള്ളത്തിൻ്റെ കളറുള്ള മോഷനാണെങ്കിൽ അത് വീട്ടിലിരുന്ന് ORS കുടിച്ചു തുടങ്ങാം. പക്ഷെ അത് വീട്ടിൽ നിന്ന് ചികിത്സിക്കാൻ ചിന്തിക്കാതെ ഈ ഒരു പ്രത്യേക കണ്ടീഷൻ, ക്ലിയർ കഞ്ഞിവെള്ളം പോലത്തെ മോഷൻ പോകുന്നെങ്കിൽ അത് ഇമീഡിയറ്റ് ആയിട്ട് തൊട്ടടുത്തുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി, വലിയ ഹെൽത്ത് സെന്ററിൽ പോയി ഡോക്ടറെ കണ്ട് നേരിട്ട് ആ കാര്യം ബോധിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ തന്നെ ഡോക്ടർക്ക് ഈസി ആയിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം മരുന്നാണെങ്കിൽ വളരെ സുലഭമായിട്ട് നമുക്ക്, വളരെ സിമ്പിൾ മരുന്നാണ്, വളരെ സുലഭമായിട്ട് നമ്മുടെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അല്ലാണ്ട് ആൾക്കാർക്ക് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് മേടിക്കാൻ അങ്ങനെയും അവൈലബിൾ ആണ്. അത്രയ്ക്ക് സിമ്പിൾ മരുന്നാണ്. ഈ കോളറയ്ക്കൊക്കെ എതിരായിട്ട് വർക്ക് ചെയ്യുന്ന വളരെ ഇഫക്റ്റീവ് മരുന്നുകളുമാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ സംശയങ്ങൾ വളരെ പ്രധാനമാണ്. എന്തെങ്കിലും സംശയങ്ങൾ, ഒരു അഭ്യൂഹമായിക്കോട്ടെ, അല്ലെ അസുഖത്തിനെ പറ്റിയോ അല്ലെ വയറിളക്കത്തിനെ പറ്റി സംശയം തോന്നുകയാണെങ്കിൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ദിശയിലേക്ക് ഒരു കോൾ കൊടുക്കുക. ദിശ എന്ന് വെച്ചാൽ ആരോഗ്യവകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ ആണ്. വളരെ എളുപ്പത്തിൽ 104 104 1056 1056, പിന്നെ 0471 255 2056, അതുപോലെ 0471 255 1056. ഈ 4 നമ്പറിൽ ഏതിൽ വിളിച്ചാലും അത് ഡോക്ടേഴ്സിനോട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സർവീസാണ്. എന്തുതരം സംശയത്തിനെ പറ്റിയും അല്ലെങ്കിൽ ഒരു ഗൈഡൻസിന് വേണ്ടിയും അഭ്യൂഹങ്ങളെ നമുക്ക് നിരാകരിക്കാൻ വേണ്ടിയും അല്ലെ അകറ്റാൻ വേണ്ടിയും ഒക്കെ ഈ ദിശയിലേക്കുള്ള കോൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് നേരത്താണെങ്കിലും നല്ല കറക്റ്റായിട്ടുള്ള, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള തരം സഹായം, ഐഡിയാസ്, ഗൈഡൻസ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഡോക്ടേഴ്സിൻ്റെ സ്പെഷ്യൽ ടീം ഡോക്ടേഴ്സ് അതിന് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വിധത്തിൽ ചെയ്യുന്നതും പ്രധാനമാണ്. പിന്നെ സ്പെഷ്യൽ കെയർ അർഹിക്കുന്ന കൊച്ചു കുട്ടികൾ, ഇപ്പോൾ ഡേ കെയർ സെന്റേഴ്സ് ആയിക്കോട്ടെ, നഴ്സറീസ്,
അതുപോലെ ഓൾഡ് ഏജ് സ്ഥലങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ആകുമ്പോൾ സ്വന്തമായിട്ട് കെയർ എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ചിലപ്പോൾ അവിടെ ഉണ്ടാകുക. അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ കൈ കഴുകലൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാം. വളരെ പ്രായമായ ആൾക്കാർ അവർക്കിതൊക്കെ അറിയാമെങ്കിലും ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അവരെ അവിടെയൊക്കെ പ്രത്യേകിച്ച് അവരുടെ കെയർ ഗിവേഴ്സ് ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. ഓൾഡ് ഏജ് ഹോമിന്റെ കെയർ ഗിവേഴ്സ് ആയിക്കോട്ടെ, അംഗൻവാടി ടീച്ചേഴ്സ്, നഴ്സറികളും പ്ലേ സ്കൂളും നടത്തുന്ന ആൾക്കാർ, അവരൊക്കെ ഈ കുട്ടികളുടെ അല്ലെ അവിടെയുള്ള ഇൻമേറ്റ്സിന്റെ ശുചിത്വവും ഈ ശീലങ്ങൾ ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്ത് വാച്ച് ചെയ്ത് കറക്റ്റായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഗൈഡ് ചെയ്ത് ശരിയായി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ അമർഫെറ്റിൽ ഒരു കാര്യം കൂടി, വെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ വെള്ളത്തിൽ നിന്ന് അണുബാധയുണ്ടായി, നിരവധി പേർക്ക് ഛർദിയും വയറിളക്കവും ഒക്കെ ഉണ്ടായി, ചെറിയ കുട്ടികളടക്കം അവിടെ ഉണ്ടായിരുന്നു. പരസ്പരം ഈ ഫ്ളാറ്റ് ജീവിതം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ തന്നെ കുറച്ച് സമയം എടുത്തു എന്നുള്ളതും നമ്മളെ അതിശയിപ്പിച്ചു. പക്ഷെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഈ ഫിൽട്ടർ ചെയ്ത വെള്ളം അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വെള്ളം അത് വലിയ വില്ലനാകുന്നുണ്ട്. പല ഏജൻസികളും ഇത് എവിടെ നിന്നാണ് ഈ വെള്ളം കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പലർക്കും ഇപ്പോഴും അറിയില്ല. അവിടെയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. നമുക്കൊരു ഏരിയയിൽ ഒരു ഔട്ട് ബ്രേക്ക്, ഇപ്പോൾ ഈ ഒരു ഫ്ലാറ്റിൽ കുറേ കേസ് വെച്ചാൽ ഒരു ഔട്ട് ബ്രേക്കാണ്. ഒരു ഗ്രാമത്തിലോ ഒരു കോളനിയിലോ അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ഏരിയയിൽ കുറേ പേർക്ക് ഒരു അസുഖം സിമിലർ ആയിട്ടുണ്ടെങ്കിൽ അതൊരു ഔട്ട് ബ്രേക്ക് എന്ന് പറയും, ഒന്നിച്ച് രോഗം പൊട്ടിപ്പടരുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒന്നിപ്പോൾ ഈ വെള്ളത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഉറപ്പാക്കണമെങ്കിൽ അതിന് സംവിധാനങ്ങളുണ്ട്. പക്ഷേ ആ സംവിധാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വിവരം ആദ്യമായിട്ട് ആരോഗ്യവകുപ്പിൻ്റെ ടീംസ് അറിയണം. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഏരിയയിൽ, നമ്മളിപ്പോൾ കേരളത്തിൽ മൊത്തമുള്ള ആൾക്കാരോടുള്ള ഒരു റിക്വസ്റ്റാണ്, നമ്മുടെ ഏരിയയിൽ പതിവ് വിട്ട് എന്തെങ്കിലും കൂടുതൽ നമ്പേഴ്സിലോ കൂടുതൽ കഠിനമായിട്ടോ കൂടുതൽ അസാധാരണമായിട്ടുള്ള അസുഖങ്ങൾ എന്തോ അല്ലെങ്കിൽ ലക്ഷണങ്ങളോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മടി കൂടാതെ നമ്മുടെ ലോക്കൽ ഹെൽത്ത് സെൻ്ററിലെ ഫീൽഡ് ജീവനക്കാരെ അറിയിക്കുകയും ഡോക്ടറെ അറിയിക്കണമെന്നൊന്ന് റിക്വസ്റ്റും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഡോക്ടറുടെ ചെവിയിലെത്തും. ഈ ഡോക്ടേഴ്സിനെല്ലാം നമ്മൾ ഈ പബ്ലിക് ഹെൽത്ത് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഡോക്ടേഴ്സാണ് ഈ ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവർ നമ്മുടെ ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിലെ സ്പെഷ്യലിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇതിനകത്ത് കഴമ്പുള്ളതോ അല്ലെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് പരീക്ഷിക്കുകയും പരിശോധിക്കുകയും അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വേണ്ട കറക്റ്റീവ് നടപടികൾ അവിടെ തന്നെ തുടങ്ങും. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു പങ്കാളിത്തത്തിൽ കൂടി മാത്രമേ ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ. കാരണം പലതരം ആൾക്കാരാണ് ഈ ചങ്ങലയിലുള്ളത്, ഈ വെള്ളത്തിന്റെ സപ്ലൈയിലൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇത് ബോധ്യമാകണമെങ്കിൽ ഇതിനപ്പുറത്തെല്ലാം അധികാരമുള്ള ഏജൻസീസ് ഇതിനെപ്പറ്റി അറിഞ്ഞാൽ നമ്മൾക്കത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും വേണ്ട കറക്റ്റീവ് നടപടികൾ ചെയ്ത് ജനങ്ങൾക്ക് സുരക്ഷിതത്വം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. ശരി, അവസാനമായി ഡോക്ടർ അനൂപ്, ഈ കോളറ നമുക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വയറിളക്കം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ കോളറയാണോ എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ രോഗം പൂർണ്ണമായും നമുക്ക് ഭേദമാക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു മരണം ഉണ്ടായെന്ന് വെച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീതി വേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല. നേരത്തെ ഡോക്ടറും ഞാനൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതും വളരെ കൃത്യമായ രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളും ഉള്ള ഒരു രോഗമാണ്. ഇതിനകത്ത് മരണം സംഭവിക്കുന്നത് എപ്പോഴും ഈ ശരീരത്തിലേക്കുള്ള നിർജ്ജലീകരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വെള്ളം പോലെ വയറ്റിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനടി തന്നെ ഈ നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയാതിരിക്കാൻ വേണ്ടി ORSഉം മറ്റു രീതിയിലുള്ള വീട്ടിൽ ലഭ്യമായ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ടോ ആ രീതിയിലൊക്കെയുള്ള വെള്ളം കുടിക്കുകയും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഉടനടി തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ആശുപത്രിയിലോ എത്തി അതിനുള്ള കൃത്യമായ ചികിത്സ നേടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മരണം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ആശങ്കപ്പെടേണ്ട രീതിയിലുള്ള ഒരു അസുഖമല്ല കോളറ. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മളെ ഈ വെള്ളമൊക്കെ കയറുന്ന സമയത്താണ് നമുക്ക് ഇതേ രീതിയിലേക്ക് നമ്മളെ ഈ ജലസ്രോതസ്സുകളൊക്കെ ഈ മലിനപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും മറ്റ് സ്ഥലങ്ങളിലും ഇതേ രീതിയിൽ തന്നെ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടണം. അത് കോളറ ആവട്ടെ, മറ്റ് ഈ വയറിളക്ക അല്ലെങ്കിൽ ഛർദി പോലെയുള്ള രോഗങ്ങളാവട്ടെ, ഫുഡ് പോയ്സണിങ് ആവട്ടെ, ഇതൊക്കെ ഇനിയും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ വെള്ളത്തിൻ്റെ നമ്മളെ ഈ മഴവെള്ളമൊക്കെ വന്നിട്ട് നമ്മളെ വാട്ടർ സോഴ്സിലേക്ക് അല്ലെങ്കിൽ കിണറ്റിലേക്കോ മറ്റ് വാട്ടർ സോഴ്സിലേക്കോ വന്ന് ചേരുമ്പോഴാണ് ഈ വെള്ളം മലിനമാവുന്നത്. അപ്പോൾ അത് ഇനിയും വരുന്ന ആഴ്ചകളിലും മാസങ്ങളിലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഹോട്ടലുകളിലാണെങ്കിലും അത് ഉറപ്പ് വരുത്തുക. കാരണം നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ചിട്ടാണെങ്കിലും അതിനകത്തേക്ക് സാധാരണ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് വെള്ളം തണുപ്പിക്കുക എന്നുള്ളത് നമ്മൾ എല്ലാവരുടെയും ഒരു ശീലമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക.
അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു ഈ ഒരു ഇപ്പോഴത്തെ വേറൊരു ട്രെൻഡ് നമുക്ക് വീട്ടിലൊക്കെയുള്ള ഫിൽട്ടറുകളാണ്. നമുക്ക് ഈ പല രീതിയിലുള്ള ട്രിപ്പിൾ ഫിൽട്ടറുകളൊക്കെ ഉണ്ട്. UV, RO അതേപോലെ തന്നെയുള്ള ഫിൽട്രേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്ന ഫിൽട്ടറുകളുണ്ട്. ഇത് ശരിക്കും ഐഡിയലി ഈ ഒരു ഫിൽട്ടർ നമ്മൾ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. പലരും അത് എൻ്റെ അടുത്ത് ചോദിച്ച സംശയമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ ഉപയോഗിക്കുമ്പോഴും അത് കൃത്യമായ അളവിൽ അത് സർവീസ് ചെയ്യുകയും അതിൻ്റെ ഈ ഫിൽട്രേഷൻ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും അതല്ലെങ്കിൽ അതിൻ്റെ UV ആണെങ്കിലും RO സിസ്റ്റം ആണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഉറപ്പിച്ച് വേണം നമ്മൾ എന്നാലും മാത്രമേ നമുക്ക് ആ വെള്ളം ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളത് കൃത്യമായി സർവീസ് ഒന്നും ചെയ്തിട്ടില്ല, കൃത്യമായ കാലയളവിൽ അതിൻ്റെ ഫിൽറ്ററും RO സിസ്റ്റവും അതൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. ഇതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ശരി ഡോക്ടർ അമർ ഫെറ്റിൽ ഒരു ചോദ്യം കൂടി. നമ്മുടെ ആരോഗ്യവകുപ്പിനെ നമ്മൾ പല കാര്യങ്ങളിലും കുറ്റം പറയുമെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വലിയ ആശങ്ക ഉണ്ടാവും നമ്മൾ ചോദിക്കും എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. താങ്കൾ അതിൻ്റെ ഭാഗമായ ആൾ കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഇപ്പോൾ ഈ കോളറയുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രദേശത്ത് ഇങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ അവിടെ ലോക്ക് ചെയ്തുകൊണ്ട് അവിടെ പരിശോധന നടത്തുകയും ശുചീകരണവും അങ്ങനെയൊക്കെയാണോ? ഒന്ന് വ്യക്തമാക്കാമോ അതുകൂടി? പൊതുവേ നമ്മളിങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് വരുമ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം രോഗം വന്ന ആളാരാണെന്ന് ഉറപ്പിക്കുക, അയാൾക്കത് എത്തിയതിൻ്റെ സ്രോതസ് പറ്റുന്നിടത്തോളം നമ്മൾ ബാക്കിലേക്ക് ട്രേസ് ചെയ്ത് എവിടെ നിന്നായിരിക്കും വന്നത്, ആ സ്രോതസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ ഇയാളോട് കോൺടാക്റ്റ് അല്ല ഇയാളിൽ നിന്ന് പകരാവുന്ന ഒരു ക്ലോസ് സർക്കിൾസ് ഉണ്ട്, ആ സർക്കിൾസിലുള്ളവരെയൊക്കെ നിരീക്ഷണത്തിൽ വെക്കുക. ഈ ആദ്യത്തെ കണ്ടെത്തിയ രോഗം പകരാൻ ചാൻസ് ഉള്ള ഹൈ റിസ്ക് വ്യക്തികൾക്കെല്ലാം സ്പെഷ്യലായിട്ട് അവരെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷണത്തിൽ ഇരുത്താൻ വേണ്ടി ഫാമിലിയുടെയും ആരോഗ്യവകുപ്പും അതുപോലെ ഫാമിലീസിൻ്റെ സഹായത്തോടുകൂടി അവരുടെ ആരോഗ്യം നല്ലതായിട്ടിരിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. പിന്നെ വേണ്ട മരുന്നുകൾ ലഭ്യമാണെന്ന് ഉറപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ അതിനാവശ്യമുള്ള ഇപ്പോൾ ഇതിന് ഡോക്സിസൈക്ലിൻ, അസിത്രോമൈസിൻ മുതലായ മരുന്നുകൾ അവിടെ എല്ലാം ലഭ്യമാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. അതുപോലെ നമ്മുടെ ഫീൽഡ് ജീവനക്കാർ അവരാണ് ഇതിൻ്റെയൊക്കെ ഒരു പലതിൻ്റെയും നെടുന്തൂണ്. അവർ ആണ് കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിപ്പോയി കുടുംബങ്ങളുമായിട്ട് 1-to-1 ഇൻട്രാക്ഷനിൽ ഓരോ ആളോടും പോയി സംസാരിച്ച് അതുപോലെ ജനങ്ങൾക്ക് അവരോട് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ അവർ പോയി പറയുന്ന ഒരു പ്രധാന കാര്യം ഈ ക്ലോറിനേഷൻ ആയിരിക്കും. കാരണം കിണർ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ക്ലോറിൻ ആഡ് ചെയ്ത് ക്ലോറിനേഷനും സൂപ്പർ ക്ലോറിനേഷനും. അപ്പോൾ അത് ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് പരിശോധിക്കുക. അതിനെപ്പറ്റി സംശയം ജനങ്ങൾക്കുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ വിധത്തിലുള്ള ഒരു മാസ് ഇഫേർട്ട് എടുത്താണ് നമ്മളിത് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പലപ്പോഴും എപ്പിഡെമിയോളജിക്കൽ പഠനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത് തുടങ്ങി, ഇനി അത് ഫ്യൂച്ചറിൽ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളത് ആരോഗ്യവകുപ്പും കമ്മ്യൂണിറ്റി മെഡിസിൻ സ്പെഷ്യലിസ്റ്റും ഒക്കെ ഒന്നിച്ചിരുന്ന് ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം ഉണ്ടാവും, ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലും സംസ്ഥാന തലത്തിലും. അപ്പോൾ ഈ റാപ്പിഡ് റെസ്പോൺസ് ടീം ഈ സിറ്റുവേഷനെ മൾട്ടിപ്പിൾ സ്പെഷ്യലിസ്റ്റ് ഇരുന്ന് കൃത്യമായി വിലയിരുത്തി ആണ് എന്താ നെക്സ്റ്റ് നടപടി, അല്ലെ ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് ഇനി ക്ലോസ് ഡൗൺ ചെയ്യാമോ എന്നൊക്കെ ചെയ്യുന്നത്. ഇതും പലപ്പോഴും പബ്ലിക് അറിയാറില്ല. പക്ഷേ ഒരു വാർ റൂം എന്ന് പറഞ്ഞ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പലപ്പോഴും പിന്നെ ഈ എന്താണ് ബിഹൈൻഡ് ദ സ്ക്രീൻസ് ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുന്നത്. അത് പൊതുജനങ്ങൾ കാണാത്തതുകൊണ്ടാണ് പലപ്പോഴും എന്താ ചെയ്യുന്നത് ചോദിക്കുന്നത്. വളരെയധികം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷെ ഇതൊക്കെ സൈലന്റ് ബട്ട് ഇഫക്റ്റീവ് നടപടികളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ശരി, എപ്പോഴും പറയുന്നത് പോലെ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയുന്നത് പോലെ കോളറയുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഈ അരമണിക്കൂർ പൊതുജനങ്ങൾക്കും പ്രേക്ഷകർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. വളരെയധികം നന്ദി ഡോക്ടർ അമർ ഫെറ്റിൽ, ഡോക്ടർ AS അനൂപ് ഞങ്ങൾക്കൊപ്പം അതിഥികളായി ചേർന്നതിൽ. കടുപ്പം കുറിച്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം.